മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കമ്മീഷന് ജുഡീഷ്യലോ അർദ്ധ ജുഡീഷ്യലോ അധികാരമില്ല എന്ന് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. മുൻപം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം കണ്ണിൽ പൊടിയിടാനാണെന്ന് ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തിരുന്നു. ജിജീഷ് കരുണാകരൻ ചേരുന്ന വിവരങ്ങളുമായി. ജിജീഷ്, ആദ്യം പരിഗണിച്ചപ്പോൾ തന്നെ ഈ ഒരു ഹൈക്കോടതിയുടെ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. ഈ മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കുമ്പോൾ എന്താണ് നടപടിക്രമം? വീണ, ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമസാധുത സംബന്ധിച്ച വലിയ ഒരു വാദപ്രതിവാദം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നടന്നത്. പ്രധാനമായും വഖഫ് സംരക്ഷണ വേദി ഉയർത്തുന്നത് ഇത്തരത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള അധികാരം സർക്കാരിനില്ല, അധികാര പരിധിക്കപ്പുറമുള്ള ഒരു പ്രവർത്തനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം നേരത്തെ തന്നെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുൻസിഫ് കോടതിയുടെ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളതാണ്. അത്തരത്തിൽ കോടതി അന്തിമ തീരുമാനമെടുത്തിട്ടുള്ള ഒപ്പം തന്നെ വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ട്രൈബ്യൂണലിന് മുന്നിൽ ഇപ്പോഴും കേസ് നിലനിൽക്കുന്ന വഖഫ് ഭൂമി വിഷയത്തിലാണ് പ്രത്യേകമായി ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. അത് നീതിന്യായ വ്യവസ്ഥകളോടുള്ള വെല്ലുവിളിയാണ്, നിയമവിരുദ്ധമാണ് എന്ന കാര്യമാണ് വഖഫ് സംരക്ഷണ വേദി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അത് വസ്തുതാപരമായി കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയാണ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ കമ്മീഷനെ രൂപീകരിച്ചിരിക്കുന്നത്. അവിടെ ഉള്ള താമസക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശം രേഖകളുണ്ട് എന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ രേഖകളുടെ പരിശോധനയടക്കം പൂർത്തിയാക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട് നൽകാൻ വേണ്ടിയാണ് കമ്മീഷനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. കമ്മീഷന് അമിതമായ അധികാരങ്ങൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്ന കാര്യം തന്നെയാണ് സർക്കാർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. കമ്മീഷന് ജുഡീഷ്യലോ അർദ്ധ ജുഡീഷ്യലോ ആയ അധികാരങ്ങളില്ല എന്ന കാര്യം സർക്കാർ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തു. മറിച്ച് വസ്തുതാപരമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒപ്പം തന്നെ അതനുസരിച്ച് തുടർ നടപടികളിലേക്ക് കടക്കുകയുമാണ്. മാത്രമല്ല എന്ത് നടപടിയിലേക്ക് വഖഫ് വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയർന്നിരിക്കുന്നു. അവിടെയുള്ള താമസക്കാരെ സംബന്ധിച്ചിടത്തോളം 600-ലധികം കുടുംബങ്ങൾ കുടിയൊഴിയേണ്ടി വരുന്ന സാധ്യതകൾ അവിടെ ഉണ്ടാകുന്നു. അവരെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കങ്ങൾ വഖഫ് ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ആളുകളെ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകളുടെ അത്തരമൊരു സാഹചര്യങ്ങളെ എങ്ങനെ ഒഴിവാക്കാം എന്നത് സംബന്ധിച്ച് തന്നെയാണ് സർക്കാർ ആലോചിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ നിയമപരമായ വിശദീകരണങ്ങൾ തേടുന്നതിനും അതിന് എത്രമാത്രം കൃത്യമായ രേഖകൾ അവരുടെ കൈവശമുണ്ട് എന്നെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത് എന്ന കാര്യമായിരുന്നു സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ പ്രധാനമായും ഹൈക്കോടതി സർക്കാരിന് മുന്നിൽ ഉയർത്തിയിരുന്നു. സർക്കാരിന് ഇത്തരത്തിലൊരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള അധികാരമുണ്ടോ, എന്ത് അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്, നേരത്തെ ഇത് കോടതി തീർപ്പാക്കിയതല്ലേ ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്ന കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചു. പ്രധാനമായും ജുഡീഷ്യൽ കമ്മീഷൻ നിരവധി മൊഴികളും ഒപ്പം തന്നെ വാദങ്ങളും എല്ലാം കേൾക്കുകയും അത് രേഖപ്പെടുത്തി അന്തിമമായി ഫെബ്രുവരിയിൽ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് സംരക്ഷണ വേദിയുടെ കേസിൽ കൂടുതൽ വാദങ്ങൾ നടക്കുന്നത്. ഇന്ന് കോടതിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പരാമർശങ്ങളോ ആണ് ഉണ്ടാവുക എന്നത് കേസിൽ ഏറ്റവും പ്രധാനവുമാണ്.